ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തനി നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കണം 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണതിന് പകരം നമുക്ക് പേസ്റ്റ് ആക്കിയും ചേർത്ത് കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് ചതച്ചതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചതച്ചത് ചേർക്കുമ്പോൾ ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 4 വലിയ സവോള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അഞ്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പത്ത് 15 ചെറിയ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ നോൺ വെജ് കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം. വഴറ്റണ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാവുന്നുള്ളൂ. അപ്പോൾ ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുപോലെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ വീതം ചേർത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക, പച്ചമണം മാറണ വരെ. സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഓരോരുത്തരുടെയും കയ്യിലുള്ള പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ ഒക്കെ എരിവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ ചേർക്കണ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ ചേർത്താൽ എരിവ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായി മാറണം, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്ന പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ തക്കാളി അത്ര പുളിയില്ലാത്ത തക്കാളിയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. അതിനുശേഷം മാത്രം ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളിയുടെ പീസസ് ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആണ്.
ഇത് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ പീസസ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ മസാലയെല്ലാം വളരെ പെട്ടെന്ന് ഇതിലേക്ക് പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ചിക്കൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെള്ളമുണ്ട്. ചിക്കൻ കുക്കായി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ള വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വരും. ഇതിന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം വന്നിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സവാള വഴറ്റി കൊടുക്കണ ആ ഒരു സമയത്താണ്. ഞാൻ ആ സമയത്ത് വിട്ടുപോയി, അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് നാളികേരക്കൊത്തൊക്കെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നാളികേരക്കൊത്ത് ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കണമെങ്കിൽ നല്ലതാണ്. ഫ്രോസണൊക്കെ ആണെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ നാളികേരം കൊത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. പെട്ടെന്ന് കൊത്തിയെടുക്കാൻ പറ്റും. ഗ്രേവിനി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടി ആയിക്കോളും. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കട്ടിയാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഇതുവരെ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടന്റെ വലതുവശത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലെത്തും. കൂടാതെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.